ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഗോവയിലൊക്കെ കണ്ടുവരുന്ന ഒരു ഡോപ്പ് സ്റ്റാർ മേക്കിങ്ങിനെ പറ്റിയാണ്. ഡോപ്പ് സ്റ്റാർ ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ കുട്ടിയുടെ വായിൽ നിന്നാണ്. അവൻ ഡോപ്പ് സ്റ്റാർ ഉണ്ടാക്കി തരുമോ ആൻറ്റി എന്ന് ചോദിച്ചപ്പം അതിനെപ്പറ്റി എനിക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല. അവൻ എന്നെ ഒരു ഫോട്ടോ കാണിച്ച് ഇതുപോലെ ആൻറ്റി ഡോപ്പ് സ്റ്റാർ ഇരിക്കണേ എന്ന് കാണിച്ചപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരേ നീളത്തിലും വീതിയിലും ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമായിരിക്കും. സെയിം അളവിൽ തന്നെ രണ്ടാമത്തെ തുണിയും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ അത് വെട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അത് വെട്ടിയെടുക്കുമ്പോൾ തെന്നി മാറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സൈഡിൽ ഞാൻ 2 പിന്നു കുത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ വരച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ തുണിക്ക് കട്ടി കുറവായതുകൊണ്ട് ഞാൻ അടിയിൽ ജസ്റ്റ് ഒരു തുണിയും കൂടെ വെക്കുന്നുണ്ട്, ലൈനിങ് പോലെ നല്ല കട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിൻ്റെ അടിയിലൊരു ലൈനിങ് തുണിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ അത് കാണുന്നില്ലായിരിക്കും. അപ്പം ആ ലൈനിങ്ങും കൂടെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ ആ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 4 സൈഡും അടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് കറക്കുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ. അതിനു വേണ്ടി ഞാൻ ഒരു ഓപ്പോസിറ്റ് കളറിലുള്ള ഒരു തുണി അതിൻ്റെ പൈപ്പിംഗ് പോലെ വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ തുണി ജസ്റ്റ് അതിൻ്റെ സൈഡൊന്ന് അടിക്കുന്നുണ്ട്. അടിച്ചിട്ട് നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൈപ്പിംഗ് വെക്കുന്നത് പോലെ മറ്റേ തുണിയുടെ അടിവശത്തും മുകൾവശത്തും ഈ പൈപ്പിംഗ് വെക്കുന്ന തുണിയുടെ നടുഭാഗം വെച്ചിട്ട് ജസ്റ്റ് സൈഡില്ല ഞാനൊന്ന് പൈപ്പിംഗ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു തരുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് തയ്ച്ച് നോക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്. പിന്നെ ഇത് തയ്ച്ച് കഴിഞ്ഞാൽ ശരിയാകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പിന്നെ ഇത് ശരിയായില്ലെങ്കിൽ അവൻ എന്നെ ശരിയാക്കും. അവൻ കൊണ്ടുവന്ന ഒരു വെട്ട് തുണിയിലാണ് ഈ പരീക്ഷണം മുഴുവനും നടത്തുന്നത്. ഇനി ഇത് ഡോപ്പ് സ്റ്റാർ ആകുമോ എന്ത് സ്റ്റാർ ആകുമോ എന്ന് കണ്ടറിയണം. അപ്പം ഞാൻ പൈപ്പിങ് സൈഡിലെല്ലാം വെച്ച് പിടിപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നത്. നമ്മൾ പൈപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ആ തുണി ഒന്ന് 2ആയിട്ട് മടക്കി ഇട്ടിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പീസിൽ ഞാൻ പൈപ്പിംഗ് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്റർ ഒന്ന് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അത് വീഡിയോയിൽ എത്ര ക്ലിയർ ആവുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ 2ൻ്റെ സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ റോസ് തുണി മേശയിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററും ഈ നീല തുണിയുടെ സെൻറ്ററും കൂടെ ഈ നമ്മൾ സ്റ്റാർ വെക്കുന്നത് സ്റ്റാറിൻ്റെ രീതിയിൽ അതുപോലെ ഞാൻ അതിൻ്റെ മുകളിൽ 2 സെൻറ്ററും കൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന് ശേഷം ഞാനത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി 4 സൈഡും ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിൽ. ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കണ്ടോ, ആ പൈപ്പിങ്ങിൻ്റെ ഈ ഏറ്റവും വെളിയിലത്തെ ആ പച്ച പൈപ്പിങ്ങിൻ്റെ ഏറ്റവും വെളിയിലത്തെ സൈഡിൽ കൂടിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ
ആ സ്റ്റിച്ചിങ് ഇങ്ങനെ വന്ന് മൊത്തം സൈഡും കവർ ചെയ്ത് തയ്ച്ച് വരണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ പയ്യൊന്ന് സ്ലോ ചെയ്തൊന്ന് നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ 4 സൈഡും നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ തുണി തിരിച്ച് മറിച്ചിട്ടിട്ട് മറ്റേ പിങ്ക് പൈപ്പിംഗ് ഉണ്ടല്ലോ, ആ പൈപ്പിങ്ങിൻ്റെയും ഈ വെളിയിലത്തെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇത് കറക്കണ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ.